ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നൊരു തസ്തികയുടെ പ്രൊമോഷൻ സ്കോപ്പും റോളും റെസ്പോൺസിബിലിറ്റിയും നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ലെവൽ 6 വരുന്ന 35,400 രൂപ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ടോട്ടൽ വേക്കൻസികൾ 2569 വേക്കൻസികളാണുള്ളത്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്യൂർലി ടെക്നിക്കൽ ജോലികളാണ്. അവിടുത്തെ ടെക്നിക്കൽ റോളുകളും ടെക്നിക്കൽ റെസ്പോൺസിബിലിറ്റീസും അതാത് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ചെയ്യുക. IT, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സ്ട്രീമിലുള്ളവർക്ക് വ്യത്യസ്തമായുള്ള സ്ട്രീമിലെ റോളുകളായിരിക്കും ചെയ്യേണ്ടത്. അതാത് റോളുകൾ കവിഞ്ഞൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. പിന്നെ നിങ്ങളുടെ വർക്കുകൾ പൂർണ്ണമായിട്ടും ടെക്നിക്കൽ ആയതുകൊണ്ട് തന്നെ ചില പോസ്റ്റുകൾക്ക് നിങ്ങൾ ഓഫീസിൽ ഓൺ ചെയ്യേണ്ടി വരും. ചില പോസ്റ്റുകൾ നിങ്ങൾ പ്ലാറ്റ്ഫോമുകളിലേക്കും ഒപ്പം തന്നെ റെയിൽവേയുടെ ഓൺ ഗ്രൗണ്ടുകളിലേക്കൊക്കെ പോയി ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പോസ്റ്റിംഗ് എവിടെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യേണ്ടത്. മാത്രമല്ല നിങ്ങൾക്ക് ധാരാളം മറ്റ് റെസ്പോൺസിബിലിറ്റീസും നിങ്ങളെ ഉത്തരവാദിത്തമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊമോഷൻ സാധ്യതകളാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ജൂനിയർ എഞ്ചിനീയറിൽ നിന്ന് അടുത്ത പ്രൊമോഷനായിട്ട് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ പ്രൊമോട്ട് ആവുന്നത്. അതിനുശേഷം അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആവും. അതിനുശേഷം ഡിവിഷണൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആവും. ഇതൊക്കെ ധാരാളം സർവീസ് ഉള്ളവർക്കാണ് ഈ എല്ലാ പോസ്റ്റുകളിലേക്കും എത്താൻ പറ്റുന്നത്. അതിനുശേഷം സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും എത്തും. റെയിൽവേ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിൽ തന്നെ 50,000 മുകളിൽ ശമ്പളം കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിന് മുകളിലേക്കുള്ള എല്ലാ പോസ്റ്റുകളിലും അതിന് ആനുപാതികമായിട്ടുള്ള ഉയർന്ന ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ കൃത്യമായി എഫേർട്ട് ഇട്ട് തയ്യാറെടുക്കേണ്ടതാണ്. നമുക്കറിയാം ഇതിൻ്റെ CBT 1 എന്ന് പറഞ്ഞാൽ കോമൺ എക്സാം തന്നെയാണ്. അപ്പോൾ CBT 1 CBT 2 ഉള്ള കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ ഒരു സർക്കാർ ജോലി സ്വന്തമാക്കാൻ കഴിയും. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.